ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കൊച്ചു വീഡിയോ ആണ്. കാരണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മൾ രണ്ട് വണ്ടികൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒന്ന് ഡിഫൻഡറും പിന്നെ ഒന്ന് നമ്മുടെ ലംബോർഗിനിൻ്റെ ഹ്യൂറാക്കൻ എന്ന മോഡലായ ആ കാറും നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ലംബോർഗിനിയിലാണ്. ഓക്കെ, വണ്ടി ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ലംബോർഗിനി ഹ്യൂറാക്കൻ. ഓക്കെ, ആദ്യം നമുക്ക് ഇതിലൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം. ഈ കോട്ടൻ അവിടെ എന്താ പണി അവിടെ എന്തൊക്കെ കാട്ടിക്കൊണ്ട്. ഓക്കെ, നമുക്ക് ഈ വണ്ടിയിൽ ഒന്ന് കയറി നോക്കാം. ഓക്കെ, അത് ഞാൻ എഫ് അടിച്ച്. ഓക്കെ, വണ്ടിയുടെ സൗണ്ട് തന്നെ കണ്ടില്ല, എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു, പക്കയല്ലേ? ഓക്കെ, വണ്ടി ലുക്ക് ഇത് ഡ്രിഫ്റ്റിനൊന്നും പറ്റിയ വണ്ടിയല്ല കേട്ടോ. ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് ഈ വണ്ടിയൊക്കെ ആയിട്ട് ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് നല്ല രസമുണ്ടാവും. ഓക്കെ, നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, വണ്ടി അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ സ്പീഡൊക്കെ മാരകമാണ്. നല്ല ബ്രേക്കിംഗ് ഉള്ള വണ്ടിയാണ്. ചവിട്ടിയെടുത്ത് നിൽക്കുന്നത് ജീവാഗണം. കണ്ട ജീവാഗണം പോലെ തോന്നുന്നു, അതേപോലെ ഇതിലേക്ക്. ഓക്കെ, ഈ വണ്ടി അടിപൊളിയാണ്, നല്ല പവറും കാര്യങ്ങളുണ്ട്. ഞാൻ പിന്നെ നല്ല ഡ്രൈവറായതുകൊണ്ട് എന്താ പറയുക, ഇവിടെ തട്ടിപ്പൊന്നുമില്ല കേട്ടോ. വെറുതെ പറഞ്ഞാണ്. വണ്ടി ഏതായാലും അടിപൊളിയാണ്. അവിടെ ഈ സിറ്റി കൂടെ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ എന്താ പറയുക, എല്ലാത്തിനും ഫീലിങ്സ്. സോറി കേട്ടോ, വണ്ടി തട്ടിപ്പോയി. ഒരാൾക്ക് മുമ്പിലെ കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമാണ്. ഞാൻ ഈ സിഗ്നൽ തെറ്റിച്ചാണ് കയറി വരുന്നത്. ഞാൻ ഏതാ റെഡ് വണ്ടി. ഈ വണ്ടി കാണുമ്പോൾ എന്താ പറയുക, ജീവാകേണ്ട അതേപോലെ. ഓക്കെ, ചെക്കൻ തീയൊക്കെ തുപ്പിയിട്ടാണ് പോകുന്നത്. എന്തായാലും മാരകം, വണ്ടി അടിപൊളി. തട്ടല്ല. ഓക്കെ, ഓരോരു വലിയ വണ്ടി. നമ്മളെടുത്ത് അതിന് വലിയ വണ്ടിയാണ് മക്കളെ. തട്ടല്ലേ. ഞാൻ എപ്പോഴാണ് പറഞ്ഞത് ഞാൻ വലിയ ഡ്രൈവറാണ്. പിന്നെ ഏതെങ്കിലും വണ്ടി സെറ്റപ്പാണ്, എനിക്ക് അടിപൊളിയാണ്. ഈ വണ്ടി ഈ സിറ്റി കൂടെ ഓടിച്ചു പോകുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കാനുള്ളത്, ഈ വണ്ടി ത്രോട്ടിൽ കൊടുക്കുമ്പോൾ നല്ല പോക്കാണ് പോകുന്നത്. അതുകൊണ്ട് പതുക്കെ ഈ സിറ്റി കൂടെ ഒക്കെ പോകാൻ പറ്റുള്ളൂ. ഈ വണ്ടിയിട്ടൊക്കെ അടിച്ച് പൊളിച്ച് പോകാന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ഹൈവേക്കൊക്കെ കയറണം, എന്നാലേ നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റും. ഈ സിറ്റി കൂടെ ഒക്കെ പോകുമ്പോൾ ഒന്ന് കൊടുക്കുമ്പോഴത്തേന് വണ്ടി കൊണ്ട് തീർക്കുകയാണ് വെച്ചാൽ ഈ പവറാണ് വണ്ടി. ഓക്കെ, നല്ല റോഡൊക്കെ കിട്ടിയാൽ അടിപൊളിയായിട്ട് പോകും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ല ഒരു ഹൈവേ റോട്ടിലൊക്കെ ഒന്ന് കയറി നോക്കാം, എന്താണ് അതിൻ്റെ എക്സ്പീരിയൻസ് നോക്കാം നമുക്ക്. ഓക്കെ, വണ്ടി ഓക്കെ, എങ്ങനെയുണ്ട്? കിട്ടില്ലല്ലേ? വണ്ടി നല്ല പോക്കുണ്ട്. ലോങ് വേണില്ലേ? വെറുതെ ഇല്ല, വണ്ടികളൊക്കെ മുമ്പ് വരും. നമ്മൾ 160 സ്പീഡിലൊക്കെ പോകുന്നത്. അടിപൊളി. ഇതെന്താ സ്ഥലം? റെയിൽവേൻ്റെ സംഭവമാണ് ഗൈസ്. ഓക്കെ, എന്തായാലും വണ്ടി അടിപൊളിയില്ല. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? വണ്ടി സെറ്റപ്പല്ല, വണ്ടി നല്ല പുള്ളിങ്ങുള്ള വണ്ടിയാണ്. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ റോഡിൽ കൂടെ ഒക്കെ ഓടിച്ചു പോകാൻ പറ്റിയ വണ്ടിയാണ്. ഈ സിറ്റി കൂടെ ഒക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഓടിച്ചു പോകാനായിട്ട്. ഇങ്ങനത്തെ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല സുഖമായിട്ട് തട്ടി. ഓക്കെ, ഇനി നമുക്ക് ലംബോർഗിനി ഇത്ര മതി. ഇതിൻ്റെ ഏകദേശം ഒരു രൂപം കിട്ടിയില്ല. ഇനി നമുക്ക് നമ്മുടെ ഡിഫൻഡർ ഉണ്ട്, ഡിഫൻഡർ ഒന്ന് ഓടിച്ച് നോക്കാം, എന്താണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് നമുക്കറിയാലോ. ഓക്കെ,
അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ ഡിഫൻഡർ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ ലംബോർഗിനി ഞാൻ കിടക്കുന്നത് കേട്ടോ. നമ്മളെ ലംബോർഗിനി അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. കാരണം അവിടെ വെച്ചിട്ട് വണ്ടി എടുക്കാൻ പറ്റില്ല, ഈ ചങ്ങായിമാരൊക്കെ കൂടി എന്താ പറയുക ഇടിച്ചിങ്ങോട്ട് പാരത്തും. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നോക്കിയാലോ. ഇത് ഞാൻ കസ്റ്റമായിട്ട് ചെയ്തതാട്ടോ, കസ്റ്റം മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിയാണ്. ഡിഫൻഡർ സ്പോൺ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടുക, ബ്ലാക്ക് വണ്ടിയിൽ കിട്ടുക. ഇത് ഞാൻ കസ്റ്റം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് കസ്റ്റമായിട്ട് ഞാൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയാലോ. വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം, എന്താണ് വണ്ടിൻ്റെ സ്ഥിതിഗതികൾ എന്ന് അറിഞ്ഞു നോക്കാം. ഓക്കെ, മാറടാ വണ്ടി. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി ഏതായാലും അടിപൊളിയാണ്. ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സൗണ്ടും ആ ഒരു എന്താ പറയുക, ആ ഒരു കുതിപ്പിട്ടല്ല വണ്ടി. ഈ വണ്ടി റിയൽ ഇങ്ങനെ തന്നെയാണോ എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. അതായത് ഈ ഡിഫൻഡർ റിയലായിട്ട് ഇങ്ങനെ പോകുന്നൊരു പിടുത്തമില്ല. അത് ഗെയിമിൻ്റെ അത് ഭയങ്കര പവറാണ് ഈ വണ്ടി. ഗെയിമിൻ്റെ അകത്ത് ഈ വണ്ടി ഭയങ്കര പവറാണ്, നല്ല പോക്കമുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ സിറ്റി കൂടെ ഓടിക്കാൻ പറ്റും, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. സിറ്റി കൂടെ ആ ഒരു രസത്തിൽ ഇങ്ങനെ ഓടിച്ചു പോകാൻ പറ്റിയ വണ്ടിയൊക്കെ തന്നെയാണ്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ ലംബോർഗിനെ പോലെ അത്ര താഴ്ന്നിട്ടുള്ളൊരു വണ്ടിയില്ല, ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല ഏത് ടെറൈനിലും നമുക്ക് ഓടിക്കാൻ പറ്റും. നമുക്ക് എന്താ പറയുക, ഓഫ് റോഡ് ആണെങ്കിലും അങ്ങനെ ഓടിക്കാൻ പറ്റും. പിന്നെ അങ്ങനെ സിറ്റിയിലാണെങ്കിൽ അങ്ങനെ ഓടിക്കാൻ പറ്റും, റേസിനാണെങ്കിൽ അങ്ങനെ ഓടിക്കാൻ പറ്റും. നല്ല അതിനൊക്കെ എല്ലാത്തിനും പറ്റിയൊരു വണ്ടി കൂടിയാണ് ഡിഫൻഡർ. നല്ല അടിപൊളിയാണ് ഇത് ഓടിക്കാൻ, നല്ല ഇതുണ്ട്. സിറ്റി കൂടെ ഒക്കെ ഓടിക്കാൻ നല്ല രസമുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് ഈ വണ്ടി? എനിക്ക് ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഡിഫൻഡർ കാർ ഇങ്ങനെ മോഡ്സ് കാറുകളൊക്കെ ആഡ് ചെയ്ത് കളിച്ചാലൊക്കെ ഉണ്ടോ? എന്താണ് സ്ഥിതിഗതികൾ? നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും നിങ്ങളുടെ കമൻറ്റ്. നിങ്ങളിങ്ങനെ വണ്ടി ഡിഫൻഡർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ വണ്ടികൾ ആഡ് ചെയ്ത് കളിച്ചിട്ടുണ്ടോ? എന്താണ് നിങ്ങളൊക്കെ ഒരു ഒപ്പീനിയൻ, എന്താണ് ഒരു അഭിപ്രായം, എന്താണ് നമുക്ക് കമൻറ്റ് വഴി അറിയിക്കും. ഓക്കെ, ഈ വണ്ടി ഏതായാലും അടിപൊളിയാണ്, ഇങ്ങനെ ഓടിക്കാൻ ഏത് ടയറിലും നമുക്ക് ഓടിക്കാൻ പറ്റും. ഓക്കെ, ഇത് ജസ്റ്റ് നമുക്ക് ഹൈവേയിലേക്കൊന്ന് കൊണ്ടുപോയി നോക്കാം എന്താണ് അവസ്ഥ. ഓക്കെ 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 ഓക്കെ, മാറി നിൽക്കുക. എവിടെ ഇപ്പോൾ വലിയ റോഡ് കാണട്ടെ, വലിയ റോഡ്, ഹൈവേയിലേക്ക് കയറാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വണ്ടി പിടിച്ചിട്ട് നിൽക്കണില്ല. സോറിടാ, അറിയാതാക്കി. ഇത് ഡ്രിഫ്റ്റിന് പറ്റിയ വണ്ടിയാണ് കേട്ടോ. ഇതുകൊണ്ട് ഞാൻ ഡ്രിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ചെയ്തത് തന്നെ കേട്ടോ. ഈ വണ്ടിയിൽ ഞാൻ ഡ്രിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡ്രിഫ്റ്റിന് പറ്റിയ വണ്ടിയാണ്, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏകദേശം നമ്മൾ പോകുന്നത് 200 സ്പീഡിലാണ്. നമ്മുടെ വണ്ടി അടിപൊളിയായിട്ട്, ഇതിൻ്റെ മോനൊക്കെ അടിപൊളിയാണ്, അതിൻ്റെ സൗണ്ടും എല്ലാം പക്കയാണ്. സ്പോരടാ, അറിയാതല്ലോ, അറിഞ്ഞാന്നല്ലോ, സോറി. ഓക്കെ ഓക്കെ, ഇതിൻ്റെ ഒരു മൂവിങ്, ഇതിൻ്റെ സൗണ്ട് ഒക്കെ ഒരു എന്താ പറയുക, പക്ക എന്ന് പറയാം. അതൊരു ഒറിജിനൽ ഇതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് എനിക്ക് വലിയ ഇതില്ല. പക്ഷേ വണ്ടി അതായാലും അടിപൊളിയാണ്. നമുക്ക് ഹൈവേ കൂടെ ഓടിക്കാൻ നല്ലൊരു കംഫോർട്ട് ആയിരുന്നൊരു വണ്ടി കൂടെയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വണ്ടികളൊക്കെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ചെയ്തൊരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും എഡിറ്റിംഗ് പരമായിട്ടുള്ള വീഡിയോസും ഒക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോക്കായി സ്റ്റേ ട്യൂൺഡ്. ബൈ.